ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണും പൂട്ടി കൊടുത്താൽ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ? ഓണർക്ക്. ബ്രദറെ, നല്ല കടും ചുമലിച്ച പെയിന്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും? തീരെ സിമ്പിൾ ആയി പോകും. ഓ, എങ്കിൽ ജനൽ പോളിസിലൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചാലോ? ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തിയേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവൃത്തികളും കഷ്ടപ്പാടൊക്കെ ലോകത്തുണ്ടാവണമെന്ന്. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകലതിന്റെ കയ്യിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുട്ട്? സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ അവര് വന്നു. വരൂ വരൂ. ആരാ? അത് ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. എന്നുവെച്ചാ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ, മുങ്ങിക്കപ്പൽ. ഡാടാ, ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ, യെസ്. പുരുഷൻ, യെസ്. ജീവിച്ചിരിപ്പുണ്ട്, ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണ നാൾ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. കറക്റ്റ്. നികൃഷ്ടൻ തന്നെ. ഡൈനിങ്. ബ്രദറെ, എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഏയ്, ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ, യൂസ്ഡ് ആണല്ലേ. അയ്യോ. താൻ കൊണ്ടുപോയി ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് സാറിന്റെ ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ല, അത് അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദേ, ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചെത്തത്. ഓ, ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ? മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻ കൊന്ന് കെട്ടിത്തൂക്കിയതാ. പ്രേതശല്യമുണ്ട്. എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് മതി. അത് ഈ പ്രേതം എന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് വേണം. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ ബരേഗാ ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല. കണ്ടില്ലേ? എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം. അത്രയും കാലത്തെ അവരുടെ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ? ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത തുന്തിലിതാവസ്ഥ. അതാ ബ്രദർ. ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഒരു 2.5 രൂപ അങ്ങ് തരും. അയ്യ ബ്രദർ, എന്തിന്? ഓട്ടെ ബ്രദറെ, ആവല്ലേ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്ക് ചെയ്യായിരിക്കും. നടക്കുന്ന കച്ചവടമാണെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ. അയാള് പഠിപ്പിച്ചോട്ടെ, ഒരു എതിരുമില്ല. അതിന് ഞങ്ങളെന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളെ കോപ്പന്മാര് ഡോക്ടർ മക്കള് അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങൾ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാരോ? അതാര്? അവളുമാരെന്ന് വെച്ച കണ്ണിക്കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളിപ്പോകുന്ന ദിവളുമാര്. കാണൂ, കണ്ണു തള്ളു. ആരാ ഇത്? ആരായത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരാ ഇത്? ആനിയും ഷേർലിയും. ആനിയും ഷേർലിയോ? ആരാ അത്? ആരാടത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആനിയും ഷേർലിയും. അത് ആരാന്നാടാ ചോദിച്ചത്? ജോൺ സാമുൽ സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ. ബാംഗ്ലൂരിൽ മെഡിസിന് പഠിക്കുന്ന ജോൺ സാമുൽ സാറിന്റെ 2 പെൺമക്കൾ. എങ്ങനെയുണ്ട്? മുതലല്ലേ? അതിന് നിങ്ങളല്ലോ കച്ചവടം, വീടല്ലേ? കച്ചവടം വീടാണ്, പക്ഷെ ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച കാരണവര് ആ പാവം പിടിച്ച വീട് വെക്കുന്നത്. ആ വീട് വിറ്റിട്ട് വേണം ആ പാവം പിടിച്ച കാരണവർക്ക് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതിനുശേഷം ഈ പാവം പിടിച്ച കുട്ടികളെ കെട്ടിച്ചയക്കാനും. എന്നാ പിന്നെ ആ പാവം പിടിച്ച കാരണവരുടെ വീട് വാങ്ങി ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ പാവം പിടിച്ച കാരണവരുടെ ഈ പാവം പിടിച്ച പിള്ളേരെ അതിനേക്കാൾ പാവം പിടിച്ച നിങ്ങൾക്ക് കെട്ടിക്കൂടെ? ഇതിപ്പോ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ പഠിപ്പ്, കാണാനും ഏകദേശം ഒരുപോലെ. ഒരു വിധത്തിൽ പറഞ്ഞ ദൈവം കൊണ്ട് എത്തിച്ചതല്ലേ ഇവിടെ.
നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ. അതോടെ പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ കടിയും തീരും. എന്തേ? പക്ഷെ അതിന് ഏതിന്? ഇതിലേതിനെ വേണമെങ്കിൽ സാർ എടുത്തോ, തർക്കമില്ലല്ലോ. രണ്ടും ബെസ്റ്റ് അല്ലേ? അതല്ല, അങ്ങോട്ട് സമ്മതിക്കണ്ടേ? അങ്ങൊരു സമ്മതിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ അവര് നിങ്ങളെ പോലെ തന്നെ. വെള്ളം അടിക്കോ? അതല്ല, അവർക്കും കല്യാണമൊന്നും ശരിയാവുന്നില്ല. അമ്മക്ക് ഭ്രാന്തായിരുന്നെന്നും തോന്നിച്ചത്താണെന്നൊക്കെ പറഞ്ഞ് poor girls, sorrowing father. അതും പോരാഞ്ഞ് അതുങ്ങളെ പൊക്കാൻ നടക്കുന്ന രണ്ട് ഗജപോക്കറികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണം അങ്ങേര്. അങ്ങനെ കാര്യം പോട്ടെ, ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? ഇഷ്ടമാകാതെ എവിടെ പോകാൻ? സാറിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഈ സാറിന്റെ കാര്യോ എനിക്കെന്താ കുറവ്? ഒരു കുറവില്ല. നല്ല കറുത്ത താടി, കറുത്ത മീശ, കറുത്ത അത് മുഖം. മതി. എടാ, നിനക്ക് എന്തിന്റെ കേടാ? ബ്രദറെ എന്ത് പറയണം? ഏയ്, അയാള് വീട് തന്നെ വെക്കാൻ നിൽക്കുക. കയ്യിൽ 10 പൈസ കാണുക. അയാൾക്ക് എന്തിനാ ബ്രദറെ പൈസ? പൈസ ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? അതല്ല, പൊക്കം കുറച്ച് കുറവുണ്ടോ? അവർക്ക് എന്തിനാ ബ്രദറെ പൊക്കം? പൊക്കം ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? പക്ഷെ അല്പം പ്രായം കുറവുണ്ടോ? എന്ത്? അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അത് സാരില്ല. അത് ശരിയാ, 10 വർഷം കഴിഞ്ഞാൽ സെയിം ഏജ്. അപ്പൊ ഓക്കെ. അപ്പൊ 20 കൊല്ലം കഴിയുമ്പോ അയ്യോ ഈ കൊച്ചുങ്ങൾ ഇവരെക്കാളും 10 വയസ്സ് മൂത്തതാകൂ. അപ്പൊ പിന്നെ ഞാൻ ബ്രദറെ എന്നാ പിന്നെ ഫിക്സ് ചെയ്യല്ലേ? ഫിക്സ് ചെയ്യാല്ലേ? Agreed. സമ്മതിച്ചു. ദാ ചെക്ക്. നോ കണ്ടീഷൻ. സാറ് പറയുന്ന വില. സാറ് പറയുന്ന വ്യവസ്ഥ. അല്ല, എന്റെ മക്കള്. അതെ, അതും ചേർത്താ വില. എങ്ങനെ? അതല്ല, മതി. മക്കളോട് ചോദിച്ചിട്ട് മതി. മതി. പക്ഷേ താമസിപ്പിക്കരുത്. വില ഉറപ്പിച്ചോ? അതല്ല, ഈ വീട് വിൽക്കുന്നത് അവരെ അറിയിച്ചിട്ടല്ല. വീടെന്താ അവരുടെ പേരിലാണോ? ആണോ? അല്ല, വീട് സ്ഥലമൊക്കെ എൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഇത് അവർക്ക് വേണ്ടി വിൽക്കുവാണെന്ന് അറിഞ്ഞാൽ അവർ വിഷമിക്കും. ചിലപ്പോൾ അവരുടെ പഠിപ്പ് വരെ അവസാനിപ്പിച്ച് അവർ തിരിച്ചു വരും. അവരുടെ കോഴ്സ് കഴിയാൻ ഇനി 6 മാസം വേണം. ബ്രദറിന്റെ കാര്യം മനസ്സിലായോ? അതായത് 6 മാസം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടക്കുന്നു അല്ലേ? രജിസ്ട്രേഷൻ കച്ചവടമൊക്കെ ഇപ്പൊ തന്നെ നടത്താം. പക്ഷെ ഞാനിത് വിറ്റൂന്ന് ആരെ അറിയിക്കാതെ നിങ്ങൾ 6 മാസം കൂടി പൊറുക്കണം. ഓ, പൊറുക്കണം, മനസ്സിലായി. പണം തന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഈ വീട് ഈ സാറുമാരുടെ പേരിലായാലും പിന്നെ ഒരു 6 മാസം കൂടി ചേട്ടൻ ഇവിടെ പൊറുക്കണമെന്ന്, ശരിയല്ലേ? എന്ന് പറഞ്ഞ് ഇവർക്ക് പൊറുക്കാൻ പറ്റുമോ? ഇവർക്ക് പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പൊറുക്കാനേ പറ്റില്ല. ചേട്ടാണെങ്കിൽ പൊറുക്കോ? പൊറുക്കൊക്കെ പൊറുക്കൊന്ന് പറ. സാറിന്റെ മനസ്സിന്റെ മുറിവ് ഞങ്ങൾക്ക് മനസ്സിലാവും. അത് പൊറുപ്പിക്കാനും മരുന്നുണ്ട്. സാറ് പറ. സാറിന് ഇപ്പോൾ ആവശ്യമായ പണം വേണം. അതിന് വീട് വിൽക്കണം. പക്ഷേ കുട്ടികൾ അത് അറിയാനും പാടില്ല. അതല്ലേ? സാറിന് ഞങ്ങൾ പണം തരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ അറിയിക്കാതെ രജിസ്ട്രേഷൻ നടത്തിയാലും അത് പുറത്തു പോകും. സാറിന്റെ കുട്ടികൾ അതറിയും. അവർ വിഷമിക്കും. അവർ വിഷമിച്ചാൽ ഞങ്ങളും വിഷമിക്കും. ഞങ്ങൾക്ക് സാറിന് വിശ്വാസമാണ്. അതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പൊ വേണ്ട. അല്ല, അത് ഒന്നുമില്ല, ആരും അറിയണ്ട ഒന്നും. പിന്നെ അതുവരെ ഞങ്ങൾ സാറിന്റെ കൂടെ ഇവിടെ താമസിക്കും. എന്താ? വാടകയ്ക്ക്. വീടിന്റെ മുകൾ വശം ഒഴിഞ്ഞു കിടക്കയില്ലേ ഇവിടെ? ഏതായാലും സാർ ഇവിടെ ഒറ്റയ്ക്കാം. സാറിന് വയസ്സുകാലത്ത് ഒരു കൂട്ടിന്, പിന്നെ ഒരു 2000 രൂപ വാടകയും കിട്ടും. അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒന്നുമില്ല. പല വേഷങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇതും അതിലൊരു വേഷം. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? ഇതൊക്കെയല്ലേ സാറേ ഒരു കോളേജ് ലൈഫ്. താങ്ക് യു. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. നോ താങ്ക്സ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഐ ലവ് യു. ഐ ഡു. വെറുതെ പറഞ്ഞിട്ടെങ്കിൽ വാ. എന്താ ലവ് സീനാ? ബ്രദർ ഇങ്ങനെ വഴക്കിട്ടിരുന്നാലോ? എന്റെ ബ്രദറെ അങ്ങനെ എല്ലാ കാര്യവും എല്ലാവരോടും ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ബ്രദർ ഒന്നും പറയണ്ട. ബ്രദർ ഇത് ഒരു കോയിലേർപ്പാടായി പോയി. എന്തുറപ്പില്ല ബ്രദർ ഉള്ളത് മുഴുവനാക്കി ഇട്ടുകൊടുത്തത്. ബ്രദറെ അത് അപ്പ ദൈവം തോന്നിപ്പിച്ചു ഒരു ബുദ്ധി. സംഗതി ആയിട്ടില്ലേ? പിന്നെ ഏറ്റ് ബ്രദറിന്റെ ബുദ്ധി ഏറ്റ്. ബ്രദർ ഇപ്പൊ അങ്ങേർക്ക് ദൈവമാണല്ലോ. നിങ്ങളുടെ ദൈവം കൊണ്ട് എത്തിച്ചാണെന്നാണല്ലോ അങ്ങനെ പറഞ്ഞത്. ബ്രദറെ നിങ്ങളെ എന്ന് പറഞ്ഞത് നമ്മുടെ രണ്ടുപേരെ ഉദ്ദേശിച്ചല്ലേ? എന്നിട്ട് ബ്രദറിന്റെ മാത്രമല്ല അങ്ങനെ കെട്ടിപ്പിടിച്ചുള്ളത്. അതാ ബ്രദർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ കെട്ടിപ്പിടിച്ച ബ്രദറിനെ കെട്ടിപ്പിടിച്ച പോലെ തന്നെയല്ലേ? എന്നിട്ട് ഇന്നലെ രാത്രി വെള്ളം അടിച്ചപ്പോ കണ്ടില്ല. ഒരാൾക്കുള്ളത് ഉള്ളത് അത് ഞാൻ അടിച്ചോട്ടെ ചോദിച്ചോ. ബ്രദർ എന്താ പറഞ്ഞത്? സമം സമം, രണ്ടുപേർക്കും സമം സമം. അയ്യേ, കണ്ടു കുടിക്കുന്ന പോലെയാണോ ഇത്? അത് പറയണ്ട. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, എനിക്ക് ഉറപ്പാ. പിന്നെ ഇനി ബ്രദറിന് സംശയമാണെങ്കിൽ ഞാൻ പോയത് തിരിച്ചു വാങ്ങിച്ചോണ്ട് വരാം. എന്താ എന്താ ഞാൻ പോയി വാങ്ങിക്കട്ടെ? വേണ്ട, ബ്രദറിന് ഉറപ്പാണെങ്കിൽ വേണ്ട. പക്ഷെ
ഉറപ്പാണോ? ഉറപ്പ്. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സാധനങ്ങളൊക്കെ വന്നാൽ നമ്മൾ ആ വീട്ടിലേക്ക് താമസം മാറ്റും. ജോൺ സാറിനോട് നമ്മുടെ മനസ്സിലിരിപ്പ് നമ്മൾ തുറന്നു പറയും. അദ്ദേഹം സന്തോഷം കൊണ്ട് ഓടിച്ചാടി ചെന്ന് തന്റെ മക്കളെ ചേർത്ത് പിടിച്ച് പറയുന്നു, തങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ സഹായിച്ച വിശാല ഹൃദയരായ നമ്മളെക്കുറിച്ച്, 2 സുന്ദര കുട്ടപ്പന്മാരായ നമ്മളെക്കുറിച്ച്. എന്താ? സുന്ദര കുട്ടപ്പന്മാരായ ഇഷ്ടായില്ലേ? ഓക്കെ. അവരുടെ മനസ്സ് അനുരാഗം കൊണ്ട് ബ്യൂട്ടിഫുൾ ആവുന്നു. അവർ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അത് കേട്ട് വണ്ടറടിച്ച് ജോൺ സാറ് അങ്ങനെ നമ്മളെ കാണാൻ വരും. വരുമല്ലോ ബ്രദറെ? വരും ബ്രദറെ. ഉറപ്പാണോ? ഉറപ്പ്. കമ്മിങ് സൂൺ. ഇവിടെ ഒരു പാട്ട് വേണ്ടായിരുന്നു ബ്രദറെ. ബ്രദറെ, നമുക്ക് ഈ കള്ളുകൂടി അങ്ങ് നിർത്തിയാലോ? അപ്പൊ നമ്മുടെ സ്വഭാവം ചീത്തയായി പോവില്ലേ? കുറച്ചാലോ? ആ, നമ്മുടെ പല ചീത്ത സ്വഭാവങ്ങൾ നിർത്തണം ബ്രദറെ, ഈ അടിയിടിയൊക്കെ. എന്നിട്ട് എന്തെങ്കിലും കൃഷി തുടങ്ങാം. എന്ത് കൃഷി? ജാതി കൃഷിയായാലോ? കുറേ ജാതികളുള്ള ഒരു തോട്ടം. ഏയ്, ജാതി ഒന്നേ പാടുള്ളൂന്നാ. എന്നാ വേറെ എന്തെങ്കിലും കൃഷി എന്താ? ശരിയാ, 1-2 നല്ല കൃഷികൾ ചെയ്യണം. ബ്രദറെ, ആ ജോൺ സാറ് നമ്മൾ ചതിക്കുവോ? ഏയ് ആ കൊച്ചുങ്ങൾക്ക് നമ്മൾ ഇഷ്ടമാതെ വരുമോ? ഏയ്, ഉറപ്പല്ലേ? പിന്നെ എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഈശോയെ, ഛേ. ഛെ, വെറുതെ ഓരോന്ന് ചോദിച്ച് മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. അതെ ബ്രദറെ, ബ്രദറിന്റെ ഉറപ്പ് കിട്ടിയപ്പോഴേ എനിക്ക് സമാനമായത്. ഇപ്പൊ നല്ല ഉറക്കം വരുന്നുണ്ട്. ദേ, കാലത്ത് നിന്നിട്ട് എക്സസൈസ് ചെയ്യാനുള്ള കിടന്നുറങ്ങാൻ നോക്കിയേ. അല്ല, എത്ര പെട്ടെന്ന് നേരം വെളുത്ത. ബ്രദറെ, പള്ളിയിൽ 1-ാം മണി അടിച്ച് വാ, വ്യായാമം ചെയ്യാം. എനിക്കും കൂടെ വേണ്ടി ബ്രദർ ചെയ്താൽ മതി. ആ, നാളെ എൻ്റെ ബ്രദർ ചെയ്തോളണം കേട്ടോ. ഈശോയെ, മസിലൊക്കെ പെരുത്തു വരണേ. എൻ്റെ അമ്മയെ മാനം കൂടിയ എനിക്ക് ബ്രദറിന്. ഏതുണ്ട് എളുപ്പം കാലത്ത്. ഇതുവരെ ഉറങ്ങിയില്ലേ? വിജയാഘോഷമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. നിങ്ങളാണല്ലേ ജോൺ സാമുവലിന്റെ സ്പോൺസേഴ്സ്? അതെ, നമ്മളാരാ? ഞാൻ ഐസക്, ഇത് ആൽബർട്ട്. കുറച്ച് കുഴപ്പക്കാരാ. ഓഹോ, എന്നാ പിന്നെ കുഴപ്പക്കാരി ചെയ്യില്ലേ, കിടക്കണമായിരുന്നു. ഇവിടെ കിടന്നു, പക്ഷേ ഇനി അവിടെ കയറി കിടക്കാൻ നോക്കരുത്. ആ ജോണിന്റെ വീട്ടിലെ. അല്ല, അങ്ങനെ കേട്ടു. 2 പെങ്കൊച്ചുങ്ങളുള്ള വീടാത്. അവരാണെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനുള്ളതാ. ഇറങ്ങി പോടാ അവിടുന്ന്. നീക്കെന്താ ഭീഷണിപ്പെടുത്തുക? ബ്രദറെ, ഏയ്, അവന്മാരാണ് ബ്രദറെ. ഏത്? നമ്മുടെ ജോൺ സാറിന്റെ മക്കളെ പൊക്കാൻ നടക്കണ അല്ലേ? മറ്റവൻ പറഞ്ഞ ഗജപോക്കറികള്. പോക്കിരുത്തം പറഞ്ഞുണ്ടല്ലോ. ഏയ്, ഇവന്മാരെ നമ്മൾ ഉണ്ടാക്കുന്നു. ഓടാ, പോയിക്കുന്നു ഉറങ്ങും. എന്താടാ? നിക്ക്. ഞാടെ ബ്രദറിനെ കണ്ടപ്പോ കണ്ണ് തള്ളിപ്പോയാ? ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കരുതിയാ? ഞാൻ ഒറ്റയ്ക്ക് മതിയാടാ, വേടാ. സോറി, അത് പേര്? ബ്രദറിന്റെ പേരാ രജനീകാന്ത്. സ്റ്റൈല് കണ്ടില്ലേ? ഓടാപ്പ പോടാപ്പ. ഓടാപ്പാ, ആളും കുടിച്ച് കണ്ണും കാണാൻ. ബ്രദർ വാ. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ്, ഒന്നുമില്ല. എന്താ സാറേ, വണ്ടി റിപ്പയറിംഗ് ആയോ? വണ്ടിയൊക്കെ കണ്ടീഷനാ, ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. സ്റ്റാർട്ട് ആയില്ല. ഓ, ഇതെന്താണോ വണ്ടിയില്? ഏയ്, അത്യാവശ്യം ഡ്രസ്സും സാധനമൊക്കെ എത്തി സാറേ. ഇത് കുറെ ഉണ്ടല്ലോ. ഇതിന്റെ 4 ഇരട്ടി ഉണ്ടായിരുന്നു. ഒക്കെ പാവങ്ങൾ കൊടുത്തു ഫ്രീ ആയിട്ട്. ആഹാ, ഡൊണേഷന്. വാ വാ വാ. നിങ്ങൾ അവിടെ നിൽക്കുവാണോ? വാ,
ഇനി ഞാനല്ല നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ച് കയറ്റേണ്ടത്, നിങ്ങൾ എന്നെയാ. വീടിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തി. ദാ. ഛേ, എന്തിനാ സാറേ ഇത്? ഇതൊക്കെ പിന്നീട് മതിയെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഒന്നും വെച്ച് നീട്ടിക്കൂടാ. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. എന്റെ അപ്പൻ അപ്പൂപ്പന്മാരായി നടത്തിക്കൊണ്ടിരുന്ന ആശുപത്രി സാമുവൽസ് ഹോസ്പിറ്റൽ ചില ബാധ്യതകൾ വന്നപ്പോൾ സർക്കാർ അത് ഏറ്റെടുത്തു. ഇപ്പോ 5 കൊല്ലം കൂടുമ്പോൾ എക്സിക്യൂട്ടർ ആ ആശുപത്രി ലേലത്തിന് വെക്കും. അത് ലീസിനെടുക്കണം, നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ വലിയ ആശയായിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞില്ല. ഓരോ തവണയും അവന്മാർ ലേലത്തിന് വിളിച്ചെടുക്കും. ആ ആൽബർട്ടും ഐസക്കും. ആ ഒരെണ്ണം അടിക്കുന്ന ഒരു ചെറുതും അയ്യോ വേണ്ട വേണ്ട. ആശുപത്രി അവർക്ക് വെറും ഒരു മറ, അവരുടെ കൊള്ളരുതായ്മകൾക്ക് സുരക്ഷിതമായൊരു മറ. ഇന്ന് അത് എന്റെ കയ്യിലാണ്. അതിന് കാരണക്കാര് നിങ്ങളാണ്. നിങ്ങൾ തന്ന പണം കൊണ്ടാണ് ഞാനത് തിരിച്ചു പിടിച്ചത്. താങ്ക് യു. സാർ എന്തായി പറയുന്നത്? നന്ദി പറയാൻ ഞങ്ങൾ അന്യന്മാരൊന്നും അല്ലല്ലോ. കുറെ കാലമായി ഇങ്ങനെ കഴിച്ചിട്ട്. അധികം കഴിക്കരുതെന്നാണ് ഡോക്ടർ മക്കൾ ഈ പപ്പയോട് പറഞ്ഞിരിക്കുന്നത്. ഏയ് ഡോക്ടർമാർ അങ്ങനെ പലതും പറയും. ഇതൊക്കെയല്ലേ ഒരു കോളേജ് ലൈഫ്, ഇല്ല ബ്രദറെ? ഏയ് പപ്പ, ആരോഗ്യം നോക്കണം. പപ്പ വിളി കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷേ എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലടോ. പ്രത്യേകിച്ച് മെറ്റബോളിക് ഏജ് വെറും 35. ഇതാ കണ്ടോ, ഞാൻ പഴയ ജിംനാസ്റ്റാ, പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ ബോക്സർ. എനിക്ക് നല്ല പ്രായത്തിൽ അതിന് കിട്ടിയ ട്രോഫികളാണ് ഇതൊക്കെ. സത്യം? എന്താണോ ഒരു ബോക്സിംഗ് മോശക്കാരിയാ? അത് വലിയൊരു കലയാടോ. അതല്ല പപ്പ, ഞങ്ങളും ഈ ലൈനിൽ തന്നെയാ. ബോക്സിംഗ് സത്യം? അയ്യോ സാറേ, കോബ്ര എന്ന് കേട്ടിട്ടില്ലേ? കോബ്ര എന്ന് കേട്ടാ ഡൽഹി വറയ്ക്കും. കോബ്രകൾ, സോറി, കോബ്രകൾ. ഇവർക്ക് ബോക്സിംഗിൽ കിട്ടിയ സമ്മാനങ്ങൾക്കും പൊരിഞ്ഞ ഇടിക്കും യാതൊരു കണക്കുമില്ല. ഇടി കിട്ടിയൊന്നു ആർക്ക്? ഒന്ന് പോടാ ഇടുന്നു. ഇടി കിട്ടണ അത്ര മോശപ്പെട്ട കാര്യമൊന്നും അല്ലടോ. 2 കിട്ടിയാലേ കൊടുക്കാൻ ഒരു സുഖമുള്ളൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നപ്പോ അമ്മായിയപ്പനും മരുമക്കളും ആയി. അപ്പൊ cheers. ഇതാണ് ഞങ്ങളുടെ ആശുപത്രി, സാമുവൽസ് ഹോസ്പിറ്റൽ. വണ്ടർഫുൾ. കണ്ടാ പേടിയാവും. പേരിന് വന്നു പോകുന്ന ഒരു ഡോക്ടർ, 2 നേഴ്സ്, അങ്ങനെയായിരുന്നു ഇവിടെ. വെറുതെ ആളുകളുടെ കണ്ണി പൊടിയിടാൻ. മൊത്തം പൊടിയാ. പിന്നെ എന്തിനാ ഇതുവരെ നടത്തിയിരുന്നത്? വാ പറയാം. പണ്ടിത് ഞങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് സെന്റർ ആയിരുന്നു. എൻ്റെ അപ്പനായിരുന്നു പ്രധാന ഇൻസ്ട്രക്ടർ. ഞാനും ഇവിടെ തന്നെയാണ് ട്രെയിനിങ് നടത്തിയത്. പിന്നീട് ആ ഐസക്കും ഗ്രൂപ്പും ഇത് ലേലത്തിൽ പിടിച്ചതോടെ ഇതൊരു അനാശാസ്യ കേന്ദ്രമായി. മദ്യവും പെണ്ണും ചൂതും വാതുവെപ്പും അങ്ങനെ എല്ലാ വൃത്തികേടുകളും. സങ്കട ഒക്കെ ഒന്ന് ശരിയാക്കി എടുക്കണമെന്നാണ് ആഗ്രഹം. വാ. പപ്പ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? താൻ ചോദിക്കടോ. ആ ട്രെയിനിങ് സെന്റർ ഞങ്ങൾ നടത്തിക്കോട്ടെ? താൻ വണ്ടി നിർത്തിക്കേ. താൻ എന്താ പറഞ്ഞത്? അല്ല, ഞങ്ങളേതായാലും ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് തീരുമാനിച്ചാ വന്നത്. ഇതാവുമ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന പണിയാണല്ലോ. നല്ല രീതിയിൽ ഞങ്ങൾക്കതിന് കഴിയും. നമുക്കേ ഓരോ സ്മോൾ കഴിച്ചാലോ? എനിക്ക് വയ്യ. സന്തോഷം വരുമ്പോഴേ ഒന്ന് കഴിക്കണം, എന്നാലേ ഒരു 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 ഡിങ്കോൾഫി ആവുള്ളൂ.
ഇത് 5ാമത്തെയാണ്. ഇനി ചേസ് വേണ്ടട്ടാ. ഓരോന്നിന് കൈവെക്കാനുള്ള ആരോഗ്യം ഇല്ലാത്തോണ്ടാ. ഒന്ന് പോടാ അവിടുന്ന്. സന്തോഷം കൊണ്ടാടാ. നിനക്കറിയാവോ, എനിക്ക് 2 മക്കളെ കൂടിയാണ് കിട്ടിയിരിക്കണേ. എന്റെ മനസ്സറിയാവുന്ന മക്കള്. നീ എന്റെ ഐശ്വര്യമാടാ, നീ എന്റെ ഭാഗ്യമാടാ. നിങ്ങൾ എന്റെ പുന്നാര എന്ത് മക്കളാടാ? പേര് പറയുന്നു വൃത്തികെട്ടവനെ. എന്ത് മക്കളാടാ? മരുമക്കള്. കറക്റ്റ്. അതിനും അപ്പുറം, ഒരുപാട് അപ്പുറം. ചക്കരെ, നീ എനിക്ക് ഒരു സ്മോളോട് വിളിച്ചതാടാ. പപ്പ ആരോഗ്യം നോക്കണോ? എന്താരോഗ്യം, എന്തായുസ്. എന്റെ പെമ്മക്കളെ 2നെ ഇത്രയൊക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ മോനെ. ഇനി 2 നല്ല ചെക്കന്മാരെ കണ്ടുപിടിച്ച് അവരെ കൈ പിടിച്ചൊന്ന് ഏൽപ്പിക്കണം. അത്രയുള്ള ആഗ്രഹം. അത് പപ്പ ഈ നല്ല ചെക്കന്മാരെന്ന് വെച്ചാ എടാ, അത് നല്ല ആരോഗ്യമുള്ള, അതൊക്കെ നല്ല മനസ്സുള്ള, അതും ഒക്കെ. നല്ല സൗന്ദര്യമുള്ള അയ്യോ, 2 നല്ല ചെറുക്കന്മാരെ. പണി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. ഡാടാ സാറേ, സൗന്ദര്യം ഒരു രോഗമല്ല. അതൊരു ശാപമല്ലേ? ആ, പോ പോ പോ. വലിയ വലിയ പോട്ടെ. പപ്പ, ഉം. പപ്പായ്ക്ക് ഞങ്ങളെ പറ്റി എന്താ അഭിപ്രായം? ഉം. നല്ല കുടിയന്മാരാണല്ലേ? പപ്പ, ഞങ്ങളെ അങ്ങനെ സ്ഥിരം മദ്യപാനീയരായിട്ട് കാണരുത്. അത് സാരയില്ലടോ. മദ്യപിക്കുന്ന ഒരു തെറ്റല്ല, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നല്ലവർ തമ്മിൽ കൂടുമ്പോ. എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. വളരെ സീരിയസ് ആയിട്ട്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തുറന്നു പറയണം. എന്താ പപ്പ? എന്റെ മക്കളുടെ കാര്യമാ. ഞാൻ എങ്ങനെയാ പറയണേ? എങ്ങനെയെങ്കിലും പറ. അതായത്, നിങ്ങൾ നല്ലവരാ, അവിവാഹിതർ. നിങ്ങൾക്ക് ഏതായാലും അല്ല, വേണ്ട, പിന്നെ പറയാം. പറ പപ്പ, പറയാം. പിന്നെ പ്ലീസ്. ഒരു 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 വേണ്ട, പ്ലീസ് പപ്പ, പ്ലീസ്. അയ്യേ, വേണ്ടെന്നേ, പിന്നെ പറയാം. പപ്പ, ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ആ ചമ്മൽ അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് പറ. അല്ല, അപ്പൊ എന്റെ ആരോഗ്യം. ആരോഗ്യമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ തന്നെ ഉണ്ട്. അങ്ങോട്ട് പിടിപ്പിക്ക്. എന്നിട്ട് പറ. ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാ, നിങ്ങൾ 2 അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ അത് പറയണില്ല. ബ്രദറെ, മക്കളെ, പപ്പ, പപ്പ ഓക്കെ അല്ലേ? ഓക്കെയാണോ പപ്പ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ പപ്പ? നേരത്തെ എന്താ പപ്പ പറയാൻ തുടങ്ങിയത്? അതെ, കിടന്നാലോ? അതല്ല പപ്പ, അതിനു മുമ്പ്. ആണോ? കിടന്നാലോന്ന്. ഈ സമയത്ത് ആരാണ് പപ്പ കിടക്കുന്നത്? അതിനു മുമ്പ്, കിടക്കുന്നതിന് മുമ്പ്. കിടക്കണതിന് മുമ്പോ മൂത്രം ഒഴിക്കണം. അതല്ല പപ്പ, ഞങ്ങളോട് എന്തോ പറയാൻ പോയില്ലേ? അതെന്താ? നിങ്ങക്ക് മൂത്രം ഒഴിക്കണോ? ഒഴിച്ചോ? ഒന്ന് പറയൂ പപ്പ. ആര് പറയ പപ്പ. എവിടെ? പറ പപ്പ. പറ പപ്പ. പറയണ പപ്പ. എന്തടാ പറയട പപ്പ. അയ്യോ, എന്തൊരു രസം. എന്തുപറ്റി പപ്പ, 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 പപ്പ. പോടാ പോക്കെ. ബ്രദറെ, പപ്പ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ? പോടെ പോർക്കേന്ന്. നീ പോയിക്കടാ പന്നി. പപ്പ നമ്മുടെ കല്യാണക്കാരൻ തന്നെയല്ലേ പറഞ്ഞത്? ആയിരിക്കും, പക്ഷെ അങ്ങോട്ട് വ്യക്തമായില്ലല്ലോ. പപ്പ, പപ്പ, അതെ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും സാറുമാരെ. നാളെ നേരം വിളക്കുമ്പോ സാറിനെ പറ്റുകയുമ്പോ ചോദിച്ചു മനസ്സിലാക്കല്ലോ. പട്ടി ശവം. ഉറങ്ങാൻ നെഞ്ചിനകത്ത് തീയരിയുമ്പോഴാണ് കടന്നുറങ്ങുന്നേ. പപ്പ, പപ്പ, പപ്പ. ഒരു മുട്ടൻ ഐഡിയ ഉണ്ട്. എന്ത്? ഫിറ്റായിട്ട് ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു ഒറ്റമൂലിയുണ്ട്. എന്താ? എന്താ? ഒരു ഗ്ലാസ് എടുക്കുക, അതിൽ ഒരു സ്മോൾ ഒഴിക്കുക, എന്നിട്ട് അതിൽ മറ്റൊരു സ്മോൾ ഒഴിക്കുക. അതങ്ങോട്ട് കൊടുത്താൽ മതി, അപ്പൊ ഫിറ്റ് ഇറങ്ങും. അപ്പൊ 2 സ്മോൾ കൊടുത്താ പോരെ? അയ്യോ, അപ്പൊ ഡ്രൈ ആയി പോവൂലേ. സോറി, യു ആർ കറക്റ്റ്. കൊടുക്കട്ടെ സാറേ.
എന്ത് കുന്തമായാലും വേണ്ടില്ല ഇന്ന് ന്യൂസ് അറിയണം. ഇന്ന് രണ്ടിലൊന്നും അറിയും. ബാല നീ ടൂൾസ് ടൂൾസാ? ബ്രാൻഡ് ഓ ബ്രാൻഡി. ദാ വരുന്നു. പപ്പാ 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 പപ്പ